ഇസ്ലാമിക ചരിത്രത്തിലെ രണ്ടാമത്തെ ഖലീഫയായ അമീറുൽ മുഅ്മിനീൻ എന്ന പേര് സ്വീകരിച്ച, ഇസ്ലാമിൻ്റെ വികാസ പ്രക്രിയയിൽ വലിയ പങ്ക് വഹിച്ച, ഒരുപാട് നാടുകളിലേക്ക് ഇസ്ലാം പകർന്നു കൊടുക്കാൻ നേതൃത്വം വരിച്ച, അതേപോലെ തന്നെ നീതിയുടെ പേരിൽ ഏറ്റവും അധികം ഖ്യാതി കേട്ടിരുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ഭരണാധിപനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് നമുക്കറിയാം. സുബഹി നമസ്കാരത്തിന് വരുന്ന സമയത്ത് അബൂ ലുഅ്ലുഅ എന്നറിയപ്പെടുന്ന പേർഷ്യൻ അടിമയായ ഫൈറൂസ് എന്ന് പേരുള്ള ഒരാൾ ഇരുതല മൂർച്ചയുള്ളൊരു വാളുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വയറിന് കുത്തി അദ്ദേഹത്തെ മരണശയ്യയിലാക്കുന്നുണ്ട്. ആ കൊലപാതകിയായ മനുഷ്യൻ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ സ്വഹാബികളിൽപ്പെട്ട പലരും അയാളെ തടയുകയും, പക്ഷെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് ഒരുപാട് വിശ്വാസികളെ പരിക്കേൽപ്പിക്കുകയും, ആ പരിക്കേൽക്കുക വഴി 9 ആളുകൾ, 9 വിശ്വാസികളും പിന്നീട് മരണപ്പെടുന്നുണ്ട്. അബൂ ലുഅ്ലുഅ തന്നെ പിന്നീട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് തൻ്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. തൻ്റെ പിതാവിൻ്റെ മരണവാർത്ത കേട്ട ഉബൈദുള്ള റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഉബൈദുള്ള റളിയല്ലാഹു അൻഹു ക്ഷുഭിതനായി. ദേഷ്യം അടക്കി പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. തൻ്റെ പിതാവിൻ്റെ ഘാതകരോട്, കൊലപാതകിയോട് പ്രതികാരം ചെയ്യണം എന്ന ഉദ്ദേശത്തിൽ തന്നെ ആ കൊലപാതകിയുടെ വീട്ടിലെത്തി അയാളുടെ മകളെ കൊല്ലുന്നൊരു രംഗമുണ്ട്. ചില റിപ്പോർട്ടുകളിൽ ആ കൊലപാതകിയുടെ ഭാര്യയെയും കൊന്നു എന്ന് കാണാം. അതേപോലെ തന്നെയാണ് തൻ്റെ പിതാവിനെ വധിക്കുന്നതിൽ അതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് സംശയിച്ചുകൊണ്ട് ക്രൈസ്തവനായ ജാഫ്ന എന്ന് പറയുന്നൊരു മനുഷ്യനെയും, പാർസിയായിരുന്ന ഹുർമുസാൻ എന്ന് പറയുന്നൊരു മനുഷ്യനെയും ഉബൈദുള്ള റളിയല്ലാഹു അൻഹു വധിക്കുന്ന രംഗമുണ്ട്. പിന്നീട് ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുമ്പോൾ മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലേക്ക് വരുന്ന ആദ്യത്തെ കേസുകളിലൊന്ന് ഈ ഉബൈദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ കേസാണ്. ഉബൈദുള്ള റളിയല്ലാഹു അൻഹു നിയമം കയ്യിലെടുത്തു. തൻ്റെ പിതാവിനെ കൊന്ന ആളുകളോട് പകരം ചോദിക്കാനാണെങ്കിലും ശരി, ഉബൈദുള്ള റളിയല്ലാഹു അൻഹു നിയമം കയ്യിലെടുത്തു. ഒരിക്കലും അത് പാടുണ്ടായിരുന്നില്ല എന്ന ചർച്ച വരുന്നു. അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രമുഖർ തീർത്തും അതിന് ഇസ്ലാമികപരമായ ശിക്ഷ ഉബൈദുള്ള റളിയല്ലാഹു അൻഹുവിന് കിട്ടണം എന്ന രൂപത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് നമുക്കറിയാം ഇസ്ലാമിലെ നിയമം അനുസരിച്ച് ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് വധശിക്ഷയിൽ ഇളവ് കൊടുക്കാൻ കഴിയും. പക്ഷേ ഈ ഫൈറൂസ് എന്ന അബൂ ലുഅ്ലുഅയുടെ കുടുംബമൊന്നും ബാക്കിയില്ലാത്തതിനാൽ ബ്ലഡ് മണി നിശ്ചയിക്കുന്നുണ്ട്. അത് ബൈത്തുൽ മാലിലേക്കാണ് കണ്ടുകെട്ടുക, രാജ്യത്തിൻ്റെ സ്വത്തിലേക്കാണ് കണ്ടുകെട്ടുക. അങ്ങനെ ഇസ്ലാമിക കോടതി ശിക്ഷ വിധിക്കുമ്പോൾ അതിൽ ഈ ഒരു ബ്ലഡ് മണി എന്നുള്ള ആ ഒരു എമൗണ്ട് തീരുമാനിക്കുന്നത് 4 ആളുകൾ അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഉബൈദുള്ള റളിയല്ലാഹു അൻഹു വധിച്ചിട്ടുണ്ട്. അതിൽ ഓരോരുത്തർക്കും 1000 ദീനാറ് വീതം 4000 ദീനാർ നഷ്ടപരിഹാരമായി കൊടുത്താൽ ആ വധശിക്ഷയിൽ നിന്ന് ഇളവ് തരാം എന്നൊരു വ്യവസ്ഥയിലെത്തി. 10 വർഷം ഖലീഫയായി ഭരണം നടത്തിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകന് ഇത്രയും പണം കൊടുക്കാൻ ശേഷിയുണ്ടായിരുന്നില്ല. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് അത്രയും തുക ഉബൈദുള്ള റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുകയും അത് ബ്ലഡ് മണിയായി സ്വീകരിക്കുകയും വധശിക്ഷയിൽ അദ്ദേഹത്തിന് ഇളവ് നൽകപ്പെടുകയും ഉണ്ടായി എന്ന്. എന്തുകൊണ്ട് ഈ ചരിത്രം സൂചിപ്പിച്ചു വന്നത്, ഇന്ന് ഇസ്ലാമിൻ്റെ ശിക്ഷാവിധികളെക്കുറിച്ചും
ഇസ്ലാമിൻ്റെതായ ശിക്ഷകളെക്കുറിച്ചുമൊക്കെ വലിയ തോതിൽ സമൂഹത്തിൽ ചർച്ചയാവുകയും അത് 6-ാം നൂറ്റാണ്ടിലെ കാടൻ നിയമമാണ് എന്ന രൂപത്തിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇസ്ലാമിൻ്റെതായ നീതിയെക്കുറിച്ചും, എന്നാൽ ഒരു ശിക്ഷക്കുണ്ടാകേണ്ടുന്ന അല്ലെങ്കിൽ ഒരു തിന്മ ചെയ്താൽ അതിനുണ്ടാകേണ്ടുന്ന ശിക്ഷ എന്താണ് എന്നത് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചതിനെ കുറിച്ചും ഇൻഷാ അല്ലാഹ് നമുക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യരെന്ന് പറഞ്ഞാൽ അവർക്ക്, നമ്മൾ ഉൾക്കൊള്ളുന്ന മനുഷ്യകുലത്തിന് നന്മയും തിന്മയും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. മലക്കുകളെ പോലെ പൂർണ്ണമായി അനുസരിക്കുന്നവരല്ല മനുഷ്യർ. എന്നാൽ ജന്തുജാലങ്ങളെ പോലെ തനിക്കിഷ്ടമുള്ളതിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവനുമല്ല മനുഷ്യരെന്നാൽ ഇത് ഒരു ഉത്തരവാദിത്തമാണ്. മനുഷ്യന്റെ ഈ ഒരു സ്വാതന്ത്ര്യം എന്നത് നന്മയും തിന്മയും അവന് വേണമെങ്കിൽ അതിൽ നന്മ സെലക്ട് ചെയ്യാനും അല്ലെങ്കിൽ തിന്മയെ എടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യം എന്നത് ഉത്തരവാദിത്തമാണ്. ഇതിലേതാണ് നന്മ, ഇതിലേതാണ് തിന്മ എന്ന് പഠിപ്പിക്കുന്നിടത്താണ് മതത്തിന്റെ നിയമങ്ങൾ കടന്നു വരുന്നത്. ഈ മതത്തിന്റെ നിയമങ്ങൾ എന്തിനു വേണ്ടിയാണ്? ആരെയെങ്കിലും പ്രയാസപ്പെടുത്താനുള്ളതല്ല. ഈ ഭൂമിയിൽ സമാധാനവും നീതിയും ഉറപ്പാക്കാൻ വേണ്ടിയാണ് ദീനിലെ ശറഈയായ നിയമങ്ങളെല്ലാം ഉള്ളത്. നമുക്കറിയാം, ഇസ്ലാമിലെ പ്രതിക്രിയകൾ, ഇസ്ലാമിലെ ശിക്ഷാവിധികൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അതേപോലെ തന്നെ നമ്മുടെ നാടുകളിലൊക്കെ കുറ്റകൃത്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത രൂപത്തിൽ, മുമ്പ് കേട്ടിട്ടില്ലാത്ത വിധത്തിൽ, അല്ലെങ്കിൽ അപൂർവമായി കേട്ടിരുന്ന പലതും ഇന്ന് നിത്യ ചർച്ചയായി, നിത്യ വാർത്തയായി കൊണ്ടിരിക്കുന്ന വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇവിടെയാണ് ഇസ്ലാമിൻ്റെ മഹനീയമായ തത്വത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു കുറ്റം നടന്നിട്ട് ശിക്ഷിക്കുന്നതിനേക്കാൾ ഒരു കുറ്റകൃത്യത്തിനുള്ള സാഹചര്യം ഇല്ലാതാക്കുക എന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനമായ, അല്ലെങ്കിൽ ഇസ്ലാം അതിന് വലിയ പരിഗണന കൊടുക്കുന്നുണ്ട് എന്ന്. നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ മോഷണം, കളവ് എന്നത് വ്യാപകമായ ഒരു തിന്മയാണ്. ആ കളവിന് പ്രേരണയാകുന്നതോ പലപ്പോഴും പട്ടിണിയാവാം, ദാരിദ്ര്യമാകാം, തൻ്റെ ആവശ്യത്തിന് പണം തികയാത്തതാവാം. പക്ഷെ ഇവിടെ ഇസ്ലാം അതിന് ചില സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ, ദാരിദ്ര്യത്തെ നിർമാർജനം ചെയ്യാൻ, പാവപ്പെട്ടവന്റെ വിശപ്പ് പരിഹരിക്കാൻ സ്വതക്കു പുറമെ സക്കാത്തിനെ നിയമമാക്കിയിട്ടുണ്ട് ഇസ്ലാം എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെയാണ് സമൂഹത്തിലുള്ള വലിയ തിന്മകളിലൊന്ന് ലൈംഗിക അരാജകത്വങ്ങളാണ്, ലൈംഗികമായ തിന്മകളാണ്. അവിടെ ഇസ്ലാം സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വെറും ശിക്ഷയെക്കുറിച്ച് മാത്രമല്ല, ഇന്ന വ്യഭിചാരം അല്ലെങ്കിൽ ആ ഒരു ശിക്ഷക്ക്, ആ ഒരു തിന്മക്ക് ഇന്ന ശിക്ഷയാണുള്ളത് എന്ന് പഠിപ്പിക്കുക മാത്രമല്ല ഇസ്ലാം ചെയ്തിട്ടുള്ളത്. ഒരാൾ ഒരു വ്യഭിചാരത്തിലേക്ക് പോകുന്നതിൽ നിന്ന് തടയാനുള്ള മാർഗങ്ങളെല്ലാം ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിവാഹത്തിലേക്ക് വരണം, വിവാഹത്തിലൂടെ മാത്രമാണ് അവന്റെ വികാരങ്ങളെ, ആ തരത്തിലുള്ള അവന്റെ ശാരീരിക ഇച്ഛകളെ അവന് നിയന്ത്രിക്കാൻ കഴിയൂ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. വിവാഹത്തെ സുന്നത്തായി പരിഗണിക്കുന്നു. ഒരാൾക്ക് അതിനുള്ള ശക്തി എത്തിയാൽ, അതിനുള്ള ഖുവ്വത്തെത്തിയാൽ, അതിനുള്ള ബാഅത്തെത്തിയാൽ വൈകിപ്പിക്കരുത് എന്ന നിർദ്ദേശം ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയും. സ്ത്രീയോടും പുരുഷനോടും മാന്യമായി വസ്ത്രം ധരിക്കാൻ കൽപ്പിക്കുന്നത് ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കണ്ണുകളെ താഴ്ത്തണമെന്ന് പഠിപ്പിക്കുന്നത് ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. വ്യഭിചരിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് മാത്രമല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്, ഇസ്ലാം സംസാരിച്ചിട്ടുള്ളത്, മറിച്ച് വ്യഭിചാരത്തിലേക്കുള്ള വഴികൾ അടക്കുവാനുള്ള മാർഗങ്ങളും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വലാ തഖ്റബു സിന എന്ന് തന്നെയാണ് പറഞ്ഞത്. ആ സിനയിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്നാൽ, അടുത്തുപോയാൽ അത് നോട്ടം കൊണ്ടാവാം, കേൾവി കൊണ്ടാവാം, ഇരുത്തം കൊണ്ടാവാം, സ്പർശനം കൊണ്ടാവാം, ഒരു നടത്തം കൊണ്ടാവാം. അടുത്തുപോയാൽ അതിൽ പെട്ടുപോകും. അതുകൊണ്ട് വലാ തഖ്റബു എന്ന പ്രയോഗത്തിൽ പോലും വിശുദ്ധ ഖുർആൻ ആ ഒരു സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുന്ന ചെറിയ തിന്മകളിൽ പോലും നിങ്ങൾ മാറി നിൽക്കണമെന്ന വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനവും നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഹുജറാത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ. ഒരു തിന്മയെ അവിടെ ചേർത്ത് പറഞ്ഞു. എന്തെന്നറിയോ? ഊഹം നിങ്ങൾ വെടിയുക, ഊഹത്തെ നിങ്ങൾ വെടിയുക, അതിൽ മിക്കതും ചിലത് കുറ്റകരമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. വലാ തജസ്സസു വലാ യഅ്തബ് ബഅ്ളുകും ബഅ്ള, നിങ്ങൾ ചാരവൃത്തി നടത്തരുതേ,
അതേപോലെ തന്നെ നിങ്ങൾ ചിലരെ പറ്റി ദുഷിച്ചു പറയരുത്, അവരെ പറ്റി ഇല്ലാത്തത് പറയരുത്, അവരെ പറ്റി മോശമായി പറയരുത്, ചീത്ത പറയരുത് എന്ന് വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത് കാണാൻ കഴിയും. എത്ര നിസാരമാണെന്നോ, ഊഹം പോലും എന്നാണ്. എന്താ കാരണം എന്നറിയോ? ഊഹം ചിലപ്പോൾ വലിയ തിന്മയിലേക്ക് മനുഷ്യരെ എത്തിക്കും. തെറ്റിദ്ധാരണ നിമിത്തം, ഊഹം നിമിത്തം കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു ദാമ്പത്യ ജീവിതത്തിൽ. എത്ര കേസുകളാണ് നമ്മൾ കേൾക്കുന്നത്? ഒരാളുടെ വാക്കിന്റെ കാരണത്താൽ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു, ഒരാളുടെ പ്രയോഗം കാരണത്താൽ, ഒരാളെ ദുഷിച്ചു പറഞ്ഞ കാരണത്താൽ അത് വലിയ ഒരു തിന്മയിലേക്ക് നയിക്കുന്നു. ഇസ്ലാം പഠിപ്പിക്കുന്നു, ഇതുപോലും സത്യവിശ്വാസികളെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ മോഷണത്തെ തടയാൻ ഇസ്ലാം ദാരിദ്ര്യത്തെ നിർമാർജനം ചെയ്യാനുള്ള സക്കാത്തിനെയും സ്വതക്കയെയും പകരം തന്നു. അതേപോലെ തന്നെ വ്യഭിചാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഇസ്ലാമിന്റെ വിവാഹത്തെ, ആ ഒരു വൈവാഹിക ജീവിതത്തെ മഹത്വപ്പെടുത്തി കാണിച്ചു തന്നു. മറ്റു തിന്മകളിലേക്ക് പോകാതിരിക്കാൻ, ചെറിയ തിന്മകൾ വലിയ തിന്മകൾക്ക് കാരണമാകുന്നു, അതിനാൽ ആ ചെറിയ തിന്മകളിൽ നിന്ന് പോലും നിങ്ങൾ മാറി നിൽക്കണം എന്ന വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശവും പ്രിയപ്പെട്ടവരെ നമുക്ക് പാഠമുണ്ട്. ഇങ്ങനെ ഈ പ്രതിരോധ മാർഗങ്ങൾ തടസ്സപ്പെട്ടാൽ, അതിൽ വീഴ്ച വന്നാൽ, അത് പരാജയപ്പെട്ടാൽ എല്ലാ മുൻകരുതലുകളും എടുത്തു. മോഷണം ഇല്ലാതിരിക്കാനുള്ള സാമൂഹിക വ്യവസ്ഥയുണ്ടാക്കി, എന്നാലും ചിലർ മോഷ്ടിച്ചു. വ്യഭിചരിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്, പക്ഷെ വ്യഭിചരിച്ചു, അല്ലെങ്കിൽ മറ്റൊരാളെ വധിച്ചു, അല്ലെങ്കിൽ ആ രൂപത്തിൽ വല്ല തിന്മയും ഒരാളുടെ പക്കൽ നിന്ന് വന്നു എങ്കിൽ ഇസ്ലാം അവിടെ പഠിപ്പിക്കുന്നത് അവിടെ നീതി നടപ്പാക്കണമെന്നാണ്. ശിക്ഷയുടെ വിഷയത്തിൽ അവിടെ ഒരു വിവേചനവും ഉണ്ടാകാൻ പാടില്ലെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു സൂറത്ത് നിസായിലൂടെ. യാ അയ്യുഹല്ലദീന ആമനൂ, അവിടെയും വിളിച്ചത് വിശ്വാസികളെയാണ്. കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹി വലൗ അലാ അൻഫുസികും അവിൽ വാലിദൈനി വൽ അഖ്റബീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവർ എന്ന നിലയിൽ കണിശമായി നീതി നിലനിർത്തുന്നവരാകണം. നീതി ഉണ്ടാകണം ജീവിതത്തിൽ, അത് ഏത് വിഷയത്തിലായാലും ശരി. അത് നിങ്ങൾക്ക് തന്നെയോ, അതല്ല നിങ്ങളുടെ മാതാപിതാക്കളാണെങ്കിലും അടുത്ത ബന്ധുക്കളാണെങ്കിലും അവർക്ക് പ്രതികൂലമായാലും ശരി നീതി കാണിക്കണം. ഇസ്ലാമിന്റെ നിർദ്ദേശമാണ് അത്. നമ്മുടെ മാതാപിതാക്കളായാലും ശരി, നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിലും ശരി, നീതിയുടെ വിഷയത്തിൽ മുഖം നോക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിന്റെ കൽപ്പന നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, മറ്റൊരു ചരിത്രം കൂടി സൂചിപ്പിക്കട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ മഖ്സൂം ഗോത്രത്തിലെ ഒരു സ്ത്രീ മോഷണം നടത്തി. മഖ്സൂം ഗോത്രം തന്നെ ഖുറൈശികളിൽപ്പെട്ട അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഗോത്രമാണ്. ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ ഈ ഇത്തരം വലിയ മുന്തിയ ഗോത്രത്തിലുള്ള ആളുകൾ തിന്മ ചെയ്താൽ അതിന് ശിക്ഷയില്ല. മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഒരു മോഷണം നടത്തി. എന്നിട്ടോ അത് പിടിക്കപ്പെട്ടു. പ്രവാചക സദസ്സിലേക്ക് എത്തുമ്പോൾ ആ മഖ്സൂം ഗോത്രം ആയതുകൊണ്ട് വല്ല ഇളവും കിട്ടണം. ഇത് പ്രവാചകനോട് ആര് സംസാരിക്കും? പലർക്കും ഇങ്ങനെ പ്രവാചകന്റെ അടുക്കൽ ചെല്ലാനൊരു പ്രയാസമുണ്ടായി. ആ സമയത്താണ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ശട്ടം കെട്ടി. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ഈ സ്ത്രീക്ക് വല്ല ഇളവും കിട്ടുമോ എന്നതിനെ കുറിച്ച് സംസാരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഈർഷ്യതയോടുകൂടി, വലിയ ഗൗരവത്തോടുകൂടി സംസാരിച്ചത്, ഉന്നതർ മോഷണം നടത്തിയാൽ ശിക്ഷാ നടപടി എടുക്കാതെ അവരെ ഒഴിവാക്കലും, ദുർബലർ മോഷ്ടിച്ചാൽ അവരുടെ കൈമുറിക്കലും ഇസ്രായേലിയരുടെ സമ്പ്രദായമായിരുന്നു. അത് നമ്മുടെ സമ്പ്രദായമല്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോട്ട് ചെയ്യുന്ന, പറയുന്ന ഒരു വാചകമുണ്ട്, ഇലാ യൗമുൽ ഖിയാമ, ആ ഖിയാമത്ത് നാൾ വരേക്കും ഈ ലോകത്തെ മനുഷ്യർക്ക് മുഴുവൻ പാഠമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാചകമുണ്ട്, ലൗ കാനത്ത് ഫാത്തിമത്തു, എന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിലും ശരി, ലഖതഅതു യദഹാ, ഞാൻ അവളുടെ കൈമുറിക്കും കേട്ടോ സ്വഹാബത്തെ എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ദീനുൽ ഇസ്ലാമിലൂടെ ഈ ലോകത്തിന് പകർന്നു കൊടുക്കുന്ന നീതിയുടെ മഹനീയമായ മാതൃകയുണ്ട്. ആലോചിച്ച് നോക്കൂ, എന്റെ മകളാണ്, എനിക്ക് പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് മോഷ്ടിച്ചതെങ്കിൽ അവളുടെ കൈ ഞാൻ മുറിക്കുമെന്ന് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു വന്നത് ഇസ്ലാമിന്റെ നീതിബോധത്തെ സൂചിപ്പിക്കുന്നു എന്നതാണ്. അപ്പോ പ്രതിരോധ മാർഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അത് തടസ്സപ്പെട്ടാൽ, ഒരാൾ കുറ്റം ചെയ്താൽ പിന്നെ നീതിയോടുകൂടി ശിക്ഷ നടപ്പിലാക്കണം എന്നതാണ് ഇസ്ലാമിന്റെ താല്പര്യം. നമ്മൾ ആലോചിക്കേണ്ടത്, ഇസ്ലാമിലെ ശിക്ഷയുടെ ലക്ഷ്യമെന്താ? ഒരാളെ ഇല്ലായ്മ ചെയ്യുക എന്നതാണോ? ഒരാളൊരു തിന്മ ചെയ്താൽ അയാളെ അങ്ങ് ഇല്ലാതാക്കുക എന്നതാണോ?
മൂന്ന് രൂപത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഒന്ന്, കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കുക. എന്തിനാ ഇസ്ലാമിലെ ശിക്ഷാ നടപടികൾ? ഒന്ന്, കുറ്റകൃത്യങ്ങൾ ഇല്ലാതാവണം. ഒരു കുറ്റം ചെയ്താൽ അതിന് ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞാൽ ആ കുറ്റകൃത്യം പതിയെ ഇല്ലാതെയാവും. നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളിലേക്ക് നോക്കൂ. ചെറിയ ശിക്ഷ, ചിലപ്പോ ഹെൽമെറ്റ് ഇടാതെ യാത്ര ചെയ്താൽ, ബൈക്കിൽ പോയാൽ ചിലപ്പോൾ ചെറിയൊരു പിഴ ഒരു പക്ഷെ നമുക്ക് കിട്ടും. ഒരു 2-3-4 വർഷങ്ങൾക്കിടയിൽ എല്ലാവരും ഹെൽമെറ്റ് ധരിച്ച് യാത്ര ചെയ്യുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തി എന്ന് പറഞ്ഞാൽ, ശിക്ഷയുണ്ടായാൽ, ഒരു പിഴയുണ്ടായാൽ അതിൽ ഒരു സമൂഹത്തിൽ വലിയ പാഠമുണ്ട്. കൊലപാതകിക്ക് തുല്യമായ ഒരു കൊലപാതകം, വധശിക്ഷ നിയമമാക്കിയാൽ, നിർബന്ധമാക്കിയാൽ കൊലപാതകങ്ങൾ ഇല്ലാതാകുമെന്നാണ്. അപ്പൊ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കുക. അതുകൊണ്ടാ ചില ശിക്ഷകൾ പറയുമ്പോൾ അതിൽ മുസ്ലിങ്ങളായ ഒരു സംഘം അവിടെ സാക്ഷികളായി ഉണ്ടാവണം എന്ന് പറയുന്ന ആ ശിക്ഷ അവർ കാണണമെന്നാണ്. അതൊരു താക്കീതാണ്. ഇത് ഇസ്ലാമിലെ ശിക്ഷയുടെ ഒരു ലക്ഷ്യമാണ്. അതേപോലെ തന്നെയാണ് കുറ്റവാളികളിൽ മനസ്താപം ഉണ്ടാക്കുക. ചില ശിക്ഷ കാരണത്താൽ അവന് ചെയ്ത കുറ്റത്തിന്റെ ഗൗരവം ഓർമ്മപ്പെടുകയും പശ്ചാത്തപിച്ചു മടങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയും ചെയ്യുന്നു, മനസ്താപം ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ആ ശിക്ഷ ലഭിക്കുന്നതോടുകൂടി അവൻ സംസ്കരിക്കപ്പെടുന്നതാണ്. മദീനയിൽ ഒരു ശിക്ഷ നടപ്പിലാക്കി, വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് ശിക്ഷ നടപ്പിലാക്കി. സ്വഹാബികള് ആ മനുഷ്യനെ ശിക്ഷിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇവിടെ മുഴുവൻ മലിനമായല്ലോ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതികമായ ശിക്ഷ ഏറ്റുവാങ്ങിയ ആളെ കുറിച്ച്, നിങ്ങളിൽ എല്ലാവരുടെയും തൗബയേക്കാൾ ആ മനുഷ്യന്റെ തൗബ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇസ്ലാമിലൊരു ശിക്ഷ കിട്ടിയാൽ ആ കുറ്റം ചെയ്തതിന് ദുനിയാവിലെ ആ പാപങ്ങൾ അവന് പൊറുക്കപ്പെട്ടു എന്നാണ്. ഈ 3 രൂപമാണ്, ഈ ഒരു 3 ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ശിക്ഷാവിധിക്കുള്ളത് എന്നാണ്. നമുക്കറിയാം, വ്യത്യസ്ത ശിക്ഷാ രീതികളുണ്ട്. അതിലേറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കപ്പെടുന്നത് വധശിക്ഷയുടെ വിഷയത്തിലാണ്. ഇസ്ലാമിലെ കൊലപാതകം എന്ന് പറഞ്ഞാൽ അതൊക്കെ 6-ാം നൂറ്റാണ്ടിലെ കാടൻ നിയമമാണ്. ഇത് ഈ കാലഘട്ടത്തിൽ ഇത് പറ്റില്ല, ഇതൊന്നും വേണ്ടതില്ല, ആളുകളോട് കരുണ വേണം, അതൊരു കാരാഗൃഹത്തിൽ അടച്ചാൽ മതി, അല്ലെങ്കിൽ ഇത്ര കാലം ജയിലിൽ അടച്ചാൽ മതി, കൊലപാതകം പാടില്ല, വധശിക്ഷ പാടില്ല എന്നുള്ള തരത്തിലൊക്കെ സംസാരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല നാസ ജമീഅ. ആരെങ്കിലും ഒരാളെ കൊന്നതിന് പകരമായോ, അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെ ഒരാളെ വധിച്ചാൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് ഫകഅന്നമാ ഖതല നാസ ജമീഅ, മുഴുവൻ മനുഷ്യരെയും കൊലപ്പെടുത്തിയതിന് തുല്യമാണ്. ഇങ്ങനെ ഒരു പ്രയോഗം നടത്താൻ ലോകത്തിലൊരു പ്രത്യയ ശാസ്ത്രത്തിനും സാധിച്ചിട്ടില്ല, ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ നേതാക്കന്മാർക്കും സാധിച്ചിട്ടില്ല. ഇവിടെയാണ് വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. മാത്രമല്ല, ഇസ്ലാമിലെ വൻപാപങ്ങൾ പഠിപ്പിക്കപ്പെട്ടു. 7 എണ്ണി പറഞ്ഞു. അതിൽ 3-ാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൻപാപമായി എണ്ണിയത് കൊലപാതകത്തെ കുറിച്ചാണ്. ഈ കൊലപാതകം ഉണ്ടാകാൻ പാടില്ലെന്നാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ വധശിക്ഷയെ കുറിച്ച് സംസാരിക്കുന്ന ആയത്ത് നമ്മൾ അറിയേണ്ടത്. സൂറത്തുൽ ബഖറയിലെ 178-ാമത്തെ ആയത്ത്. എന്താണ് ആയത്തിലൂടെ സംസാരിക്കുന്നത്? യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, കുതിബ അലൈക്കുമുൽ ഖിസാസ്, നിങ്ങൾക്കിതാ നിയമമാക്കപ്പെട്ടിരിക്കുന്നു എന്ന. കുതിബ അലൈക്കുമുസ് സിയാം എന്ന് പറഞ്ഞതുപോലെ കുതിബ അലൈക്കുമുൽ ഖിസാസ്, നിങ്ങൾക്കിതാ പ്രതിക്രിയ ചെയ്യുക എന്നത് നിയമമാക്കപ്പെട്ടിരിക്കുന്നു. ഫിൽ ഖത്ല, കൊലപാതകത്തിന്റെ പേരിൽ. അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസാ ബിൽ ഉൻസാ എന്നുവരെ വിശുദ്ധ ഖുർആൻ ചേർത്തു പറയുന്നുണ്ട്. സ്വതന്ത്രനും അടിമക്കു പകരം അടിമയും എന്ന രൂപത്തിലെ ആകാവൂ എന്ന തരത്തിൽ വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അറബികൾക്കിടയിൽ ജാഹിലിയ കാലഘട്ടത്തിൽ അവരിൽ ഒരു കൊലപാതകം ഒരു കുടുംബത്തിൽ ഉണ്ടായാൽ അവർ ചെയ്യൽ എങ്ങനെയെന്നറിയോ? ആരാണോ കൊലപാതകി, ആ കൊലപാതകിയുടെ കുടുംബത്തിലേക്ക് കടന്നു ചെന്ന് അവരെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുക. നിസാരമായ പ്രശ്നത്തിന്റെ പേരിൽ 40 വർഷങ്ങളോളം യുദ്ധം ചെയ്ത് 100 കണക്കിന് മനുഷ്യന്മാർ മരണപ്പെട്ട ചരിത്രം ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് കവിതകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കെയാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം ആയത്തുമായി, വിശുദ്ധ ഖുർആനിന്റെ ഈ വചനങ്ങളുമായി കടന്നു വരുന്നത്. ഒരാൾ കൊല്ലപ്പെട്ടാൽ അതിൽ കൊല്ലപ്പെടേണ്ടത് മറ്റൊരാൾ മാത്രമാണ്, ആ കൊലപാതകി മാത്രമാണ്. അല്ലാതെ അവന്റെ വീട്ടിലെ ആ മനുഷ്യന്റെ കുടുംബത്തിലെ ഭാര്യ എന്തു പിഴച്ചു, അവന്റെ രക്ഷിതാവ് എന്തു പിഴച്ചു, മക്കൾ എന്തു പിഴച്ചു, അത് പാടില്ല. ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അത് പാടില്ല. അവിടെ നീതി വേണം എന്ന് കൃത്യമായി ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
പലരും കിസാസിനെ കുറിച്ച് പറയുമ്പോൾ, പ്രതിക്രിയയെ കുറിച്ച് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നത് ഇത് വ്യക്തിപരമായ പകവീട്ടലാണ് എന്നാണ്. അല്ല, എൻ്റെ വാപ്പയെ കൊന്നാൽ അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ കൊന്നാൽ അയാളെ ഞാൻ വധിക്കുക എന്നതല്ല. അല്ല, അവിടെ ഭരണകൂടമാണത് നിർവഹിക്കേണ്ടത്, അത് സ്വന്തം നിലയ്ക്ക് ചെയ്യാവതല്ല. അതാണ് ഉബൈദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, തുടക്കത്തിൽ പറഞ്ഞ ചരിത്രം നമുക്ക് പാഠമാകുന്നത്. ഇതിൽ ഈ ആയത്തിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്നത് നീതിയും സമത്വവും പാലിക്കപ്പെടണം. കൊലപാതകയ്ക്ക് വധശിക്ഷ കൊടുക്കുന്നിടത്ത് നീതിയും സമത്വവും പാലിക്കപ്പെടണമെന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ കേരളത്തിൽ പോലും മുമ്പുണ്ടായിരുന്നത് ഇത്തരത്തിൽ നീതിയുള്ള വ്യവസ്ഥയായിരുന്നില്ല. നമ്മൾ സ്കൂളുകളിലെ പാഠപുസ്തകങ്ങളിൽ പോലും പഠിക്കുന്നുണ്ട് പ്രാചീന കേരളത്തിലെ ശിക്ഷാവിധികളെ കുറിച്ച്. അതിലൊരു താഴ്ന്ന ജാതിക്കാരൻ്റെ ഒരു കുറ്റം ചെയ്താൽ അവന് അഗ്നിപരീക്ഷയാണ്. അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞാൽ തിളക്കുന്ന എണ്ണയിലോ അല്ലെങ്കിൽ തിളക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവിൽ കൈമുക്കുക. അവന്റെ കൈ പൊള്ളിയാൽ അവൻ കുറ്റം ചെയ്തു എന്ന്. തിളക്കുന്ന എന്തിലും കൈമുക്കിയാൽ മനുഷ്യന്റെ കൈ പൊള്ളും, അവന് ശിക്ഷ, അവന് കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെടുന്ന. എന്നാൽ ഉന്നത ജാതിയിൽപ്പെട്ട ഒരാൾ കുറ്റം ചെയ്താലോ അവർക്കുള്ള ശിക്ഷ എങ്ങനെയെന്നറിയോ? തൂക്കുപരീക്ഷയാണ്. ആ കുറ്റം ചെയ്ത ഒരാളെ ത്രാസിലെടുത്ത് തൂക്കും. എന്നിട്ടോ അവൻ ചെയ്ത കുറ്റങ്ങൾ താളിയോലയിൽ എഴുതി ആ താളിയോലയും തൂക്കും. എന്നിട്ട് ഏതാ തൂക്കം കൂടുതലെന്ന് നോക്കും. അതിൽ താളിയോലയാണ്, ചെയ്ത കുറ്റങ്ങൾ രേഖപ്പെടുത്തിയ ഓലയാണ് കനം കൂടിയതെങ്കിൽ ഇയാൾ കുറ്റം ചെയ്തു എന്നാണ്. അങ്ങനെ സംഭവിക്കാൻ ഒട്ടും സാധ്യതയില്ല. ഇങ്ങനെ മേൽജാതിക്കാരായ ആളുകളെ രക്ഷപ്പെടുത്തുകയും ഏതെങ്കിലും ഒരു താഴ്ന്ന ജാതിക്കാരൻ കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ടായിരുന്നു. ഇത് അറബികളിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മഖ്സൂം ഗോത്രക്കാരിയായ ഒരു സ്ത്രീ മോഷണം ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വല്ല ഇളവും കിട്ടുമോന്ന് സ്വഹാബികൾ പോലും ചോദിച്ചു വന്ന്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇവർക്കിടയിലേക്കാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങുന്നത്. അവിടെ നീതി ഉണ്ടാവണം എന്ന് പഠിപ്പിക്കുന്നത് അവിടെയാണ്. അതേപോലെ തന്നെ നീതി ഉണ്ടാകണമെന്നത് ഈ ആയത്തിലെ ഒന്നാമത്തെ പാഠം. ഈ ആയത്തിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ടുന്ന രണ്ടാമത്തെ പാഠം എന്തെന്നറിയോ? ഇസ്ലാമിക നിയമത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു വശം എന്താണ് ആയത്തിന്റെ ഇടയിൽ പറയുന്നത്? ഫമൻ ഖുഫിയ ലഹു ബിന്നഖീ ശൈഉൻ. ഇനി അവന്, ഈ കൊലപാതകം ചെയ്ത ആൾക്ക് തന്റെ സഹോദരന്റെ പക്ഷത്തിൽ നിന്ന് വല്ല ഇളവും ലഭിച്ചാൽ, ആ കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിൽ നിന്ന് വല്ല ഇളവും ലഭിച്ചു കഴിഞ്ഞാൽ അവൻ മര്യാദ പാലിക്കുകയും നല്ല നിലയിൽ നഷ്ടപരിഹാരം കൊടുത്തു വീട്ടുകയും ചെയ്യേണ്ടതാകുന്നു. നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ഒരു വിട്ടുവീഴ്ചയും കാരുണ്യവുമാകുന്നു അത്. ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും വറഹ്മ എന്നുകൂടി ചേർത്തു പറയുന്നുണ്ട്. ഒരാൾ കൊല്ലപ്പെട്ടു, അയാളുടെ കുടുംബത്തിന് വേണമെങ്കിൽ ഇത്ര നഷ്ടപരിഹാരം വാങ്ങി ഇളവ് കൊടുക്കാം. അത് ഇസ്ലാമിലൊരു നിയമം കൂടിയാണ്. ആ ഇളവ് സ്വീകരിച്ചുകൊണ്ട് അയാളെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും എന്നത് ഇസ്ലാമിലെ ഒരു നിയമം കൂടിയാണ്. മനോഹരമായൊരു നിയമം ഏതു ഭരണഘടനക്ക് ഉണ്ടാക്കാൻ കഴിയും ഇത്രയും മനോഹരമായൊരു നിയമം എന്നത്? നോക്കൂ നിങ്ങൾ, ഇതിനു ശേഷം ഇവിടെ വിശുദ്ധ ഖുർആൻ ചേർത്ത് പറയുന്ന ഒന്ന്, ഇങ്ങനെ ബ്ലഡ് മണിയൊക്കെ വാങ്ങിയിട്ട് ഇനി അവനെ വിടാം എന്ന് തീരുമാനിച്ചു, അവനെ വധശിക്ഷക്ക് വിധേയമാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ആ പണവും വാങ്ങി പിന്നെ രഹസ്യമായി അവനെ കൊല ചെയ്താൽ, അല്ലെങ്കിൽ ഈ ഒരു ബ്ലഡ് മണി വാങ്ങി രക്ഷപ്പെട്ടയാൾ വീണ്ടും ഒരു കൊല ചെയ്താൽ, അവൻ വീണ്ടും കൊലപാതകം ചെയ്താൽ, അവിടെയാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം പറഞ്ഞത് അവന് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ആരാണിത് നിർവഹിക്കുക? ഇത് ഭരണകൂടത്തിന് മാത്രമേ ഉള്ളൂ ഈ അവകാശം. വധശിക്ഷ വിധിക്കാനുള്ള അവകാശം ഭരണകൂടത്തിന് മാത്രമേ ഉള്ളൂ. ഇസ്ലാമിക നിയമത്തിൽ മാത്രമേ, നമ്മുടെ നാട്ടിലെ നിയമത്തിലും കോടതികൾക്ക് മാത്രമേ അത് ഉള്ളൂ. ആ നിയമം കയ്യിലെടുക്കാൻ കഴിയില്ല. അതെന്തിന്റെ പേരിലായാലും ശരി, രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകുന്നു, ഒരാൾ കൊല്ലപ്പെടുന്നു, അയാളുടെ വീട്ടിലേക്ക് പോയി കൊല ചെയ്തവന്റെ പാർട്ടിയിലെ ആരെയെങ്കിലും പോയി കൊല ചെയ്യുന്നു, ഇതിന് പകരമായി എന്ന് പറയുന്നു, അത് വീണ്ടും തിരിച്ചു വരുന്നു. അങ്ങനെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മുടെ നാടുകളിൽ ഉണ്ടാകുമ്പോൾ ചിലരെങ്കിലും ഇതിന് ഈ ആയത്ത് ഉപയോഗപ്പെടുത്താറുണ്ട്. ഒരു ന്യായവും അതിനില്ല എന്ന് തീർത്തു പറയുകയാണ്. സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തിയ ആളോട്, അത് ഖലീഫയായിരുന്നിട്ട് പോലും, നീതിയുടെ വക്താവായ ഖലീഫ ഉമറിന്റെ മകന് തന്റെ പിതാവിന്റെ കൊലപാതകിക്ക് പ്രതികാരം ചെയ്യാൻ സ്വന്തം നിലക്ക് അവകാശമില്ലെങ്കിൽ
പിന്നെ എന്തു പേരിലാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിങ്ങളായ നമുക്ക് അവകാശമുണ്ടാവുക? നമ്മുടെ നാട്ടിലെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊക്കെ ആരെയാണ് കൊല്ലുന്നത്? ആരെയോ ആണ്. അതൊരിക്കലും ഇസ്ലാമികമല്ലല്ലോ. അതേപോലെ മാപ്പ് നൽകുക എന്ന ഇസ്ലാമിന്റെ മനോഹരമായ ഒരു അവസരം അവിടെ നൽകപ്പെടുന്നില്ല എന്നതാണ്. ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വെക്കേണ്ടതാണ്. ഈ ആയത്തിലെ സൂറത്തുൽ ബഖറയിലെ ഈ ആയത്തിലെ 178 ആയത്ത് കഴിഞ്ഞ് തൊട്ടുശേഷം 179 ആയത്തിൽ വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നു, വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ, വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. വിശുദ്ധ ഖുർആൻ അവിടെ വിളിച്ചു, തുടക്കത്തിലല്ല, ഇടയിൽ വിളിച്ചു, യാ ഉലിൽ അൽബാബ്, ബുദ്ധിമാന്മാരായ ആളുകളെ, വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ, ഈ പ്രതിക്രിയയിൽ നിങ്ങൾക്ക്, അതായത് തുല്യശിക്ഷ നൽകുക എന്നതിലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ് കേട്ടോ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടി ആണ് ഈ നിയമനിർദ്ദേശങ്ങൾ എന്നത്. തുല്യമായി അവിടെ ശിക്ഷ നടപ്പിലാക്കുന്നിടത്താണ് നിങ്ങൾക്ക് ജീവിതമുള്ളത് എന്ന്, നിങ്ങൾക്ക് സ്വൈര്യമായി, നിങ്ങൾക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയുക എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിന്റെ കൂടെ ചേർത്ത് വിളിച്ചത് ആരെയെന്നറിയോ? യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ എന്നാ വിളിച്ചത്. നമ്മുടെ നാടുകളിൽ, നമ്മൾ ഈ ലോകത്ത് പല നിലക്കും വധശിക്ഷകൾ വേണ്ട എന്ന് തീരുമാനിച്ച രാജ്യങ്ങളുണ്ട്. അവരുടെയൊക്കെ ഇന്നത്തെ അവസ്ഥകൾ എന്താ? അവിടെയാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം പറഞ്ഞത്, തുല്യമായ ശിക്ഷ നടപ്പിലാക്കിയാൽ നിങ്ങൾക്ക് അവിടെ സമാധാനമുണ്ടാകും എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ നാടുകളിലും മറ്റും ഇസ്ലാമിനെ വിമർശിക്കുന്ന രാജ്യങ്ങളിലടക്കം അവരുടെ ഈ നീതിന്യായ വ്യവസ്ഥയിൽ ശിക്ഷകൾ നൽകുമ്പോൾ കുറ്റവാളി ചിലപ്പോൾ ഏറ്റവും സുഖലോലുപമായ ഒരു ജീവിതത്തിലായിരിക്കും ഉണ്ടാവുക. പുറത്തു പോയാൽ പട്ടിണി ഉണ്ടാവേണ്ട ഒരാൾ അവൻ ശിക്ഷയിൽ കാരാഗ്രഹത്തിൽ ചിലപ്പോൾ സുഭിക്ഷമായി ജീവിക്കുന്നു. അവര് ചിലപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുന്ന അവസ്ഥയുണ്ടാകുന്നു. യഥാർത്ഥ നീതി നടപ്പിലാകുന്നില്ല എന്നാൽ അവിടെ ഇസ്ലാമാണ് അതിന്റെ പരിഹാരമെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പൊ ഇസ്ലാമിലെ ഈ പ്രതിക്രിയ, കൊലപാതകം ചെയ്ത് അയാൾ അത് കുറ്റം തെളിഞ്ഞാൽ ആ കൊലപാതകം ആരുടെ കുടുംബത്തിലാണോ അവര് ഇളവ് കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾ കൊല്ലപ്പെടണം എന്നു തന്നെയാണ് ഇസ്ലാമിന്റെ നിയമം. അത് കൃത്യമായി നടപ്പിലാക്കിയാൽ പിന്നീട് ആരും ഇത്തരത്തിൽ കൊലപാതകത്തിന് മുന്നോട്ട് വരൂല. അത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ അവിടെ സംസാരിച്ചിട്ടുള്ളത്. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ, നിങ്ങൾക്ക് സ്വസ്ഥമായ ജീവിതം അവിടെയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ചേർത്ത് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുന്നിൽ 2 വഴികളുണ്ട്. ഒന്ന് അള്ളാഹുവിന്റെ നിയമം. അള്ളാഹുവിന്റെ നിയമം പാലിച്ച് അതിൽ നീതിയുണ്ട്, അതിൽ കാരുണ്യമുണ്ട്, അതിൽ നിയമത്തിന്റെ സുരക്ഷയുണ്ട്. ആ രൂപത്തിൽ മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ മറ്റൊരു വഴി, അവനവന് തോന്നിയതുപോലെ ഇഷ്ടമുള്ള രൂപത്തിൽ എന്തും ചെയ്യാം. അവനവന് തോന്നിയത്, ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, അത് പരമാവധി ആസ്വദിക്കാം. അത് മോഷ്ടിച്ചിട്ടായാലും ശരി, അത് വ്യഭിചരിച്ചിട്ടായാലും ശരി, ഇനിയിപ്പോ ലഹരിക്ക് വേണ്ടി ഒരാളെ കൊന്നാലും ശരി, അത് ആ സമയത്തതങ്ങ് നടക്കട്ടെ എന്ന ചിന്തയിലൂടെ നടക്കുന്ന മനുഷ്യരുമുണ്ട്. വിശ്വാസികൾ എന്നുള്ള നിലക്ക് പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അള്ളാഹുവിന്റെ മാർഗമാണ്. ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇസ്ലാമിലെ ഇത്തരം, ഇസ്ലാമിനെ കരിവാരിത്തേക്കുന്ന, ഇസ്ലാമിനെ വിമർശിക്കുന്ന ഇത്തരം വിഷയങ്ങളെ പഠിക്കാനും അത് പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.